ഷിരൂരിൽ കരയ്ക്കടുപ്പിച്ച അർജുന്റെ ലോറിയിൽ നിന്ന് സാധനങ്ങൾ ഇപ്പോൾ കണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. കണ്ണീർ കാഴ്ചയാണ് ഷിരൂരിൽ. പുഴയിൽ നിന്ന് കരയ്ക്കെത്തിച്ച ലോറിയുടെ ക്യാബിനിൽ അർജുന്റെ മൊബൈൽ ഫോണുണ്ട്. അതുകൂടാതെ ഏറ്റവും കണ്ണീരായി മാറുന്നത് മകനു വേണ്ടി വാങ്ങിയ ഒരു കളിപ്പാട്ടമാണ്. ഒരു കൊച്ചു ലോറിയാണ് കളിപ്പാട്ടമായി മകൻ അലനു വേണ്ടി അർജുൻ വാങ്ങിയിരുന്നത്. കൂടുതൽ മൃതദേഹ അവശിഷ്ടങ്ങളും ലോറിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. മൃതദേഹം അർജുന്റേതെന്ന് ഉറപ്പിക്കാനായി DNA പരിശോധന ഇപ്പോൾ നടക്കുകയാണ്. മൃതദേഹം നാളെ വൈകിട്ടോടുകൂടി വിട്ടുകിട്ടുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഉള്ളത്. ഗംഗാവലിയിൽ കാണാതായ മറ്റ് 2 പേർക്കായുള്ള തെരച്ചിൽ തുടരുകയും ആണ്. ഇപ്പോൾ KV ബൈജു തത്സമയം ഷിരൂരിൽ നിന്ന് ചേരും. അതിനു മുൻപ് ചില പ്രതികരണങ്ങൾ നോക്കാം. അർജുന്റെ സഹോദരി ഇന്ന് സംസാരിച്ചിരുന്നു മാധ്യമങ്ങളോട്. അഞ്ജു മാധ്യമങ്ങളോട് സംസാരിച്ചത് ഇപ്പോൾ കേൾക്കാം. നമ്മളെ കൂടെ അന്ന് മുതൽ ഇതുവരെ നിന്ന എല്ലാ ആളുകൾക്കും നമ്മൾ ഓർക്കുന്നുണ്ട്. ഇന്നലെ നമുക്ക് പറയാൻ പറ്റിയൊരു മാനസികാവസ്ഥയിൽ നിങ്ങളെല്ലാവരും നമ്മളെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും പറയാൻ പറ്റിയൊരവസ്ഥയല്ല. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, 1ാം ഘട്ട തെരച്ചിലാണെങ്കിൽ അത് അവസാനിക്കുമ്പം ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാക്കിയിട്ടാണ് പോയത്. അതിന്റെ ഇടയിൽ കുടുംബം നേരിട്ട ഈ വ്യാജ വാർത്തകൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒരുപാട് പേര് കൂടെ നിൽക്കുന്ന സമയത്താണെങ്കിലും വ്യാജ വാർത്തകളായിട്ട് നമ്മുടെ ഒരുപാട് പേര് വിഷമിപ്പിച്ചിട്ടുണ്ട്. യൂട്യൂബ് ചാനലുകൾ പലരും വലിയ രീതിയിൽ മൈലേജ് എടുത്തിട്ടുണ്ട്. നമ്മളെ അനിയന്റെ പേരിലുള്ള യൂട്യൂബ് ചാനല് കുടുംബത്തിന് ഒരു ബർത്ത്ഡേ പാർട്ടിയൊക്കെ നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പല തരത്തിലുള്ള വ്യാജ വാർത്തകളും അതിലൂടെയൊക്കെ നമ്മൾ കടന്നു വന്ന് അർജുൻ ഞങ്ങൾക്കൊരൊറ്റ ഉത്തരം അറിയേണ്ടേ നമ്മൾ അതായത് ഒരു സാധാരണ ആളുകൾ ഇത്രയും ആളുകളെ ഇടയിൽ കൂടെ ഇറങ്ങി നടക്കണം, എന്നിട്ട് നമ്മൾ മീഡിയന്റെ മുന്നിൽ പോയതും വീണ്ടും ഇതൊക്കെ ആവശ്യപ്പെട്ട ഞങ്ങൾക്ക് അർജുൻ എന്താ സംഭവിച്ചതെന്നുള്ളൊരൊറ്റ ഉത്തരം കിട്ടാനാണ്. ആ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ കുറച്ച് വൈകിപ്പോയി. എന്നാലും നമുക്ക് എല്ലാവർക്കും അത്രയും പ്രതിസന്ധി നിറഞ്ഞൊരു സമയമായിരുന്നു. കാലാവസ്ഥയാണെങ്കിലും എല്ലാ രീതിയിലും നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ 2ാം ഘട്ട തെരച്ചിൽ നിർത്തിവെച്ചപ്പോൾ ഭയങ്കര വിഷമമുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ പല ആളുകളെയും കുടുംബം ഒറ്റക്കെട്ടായിട്ട് ഒറ്റ തീരുമാനം എടുത്തിട്ടാണ് നമ്മൾ പല ആളുകളെയും പോയി കണ്ടു. എല്ലാവരും നമുക്ക് നല്ല രീതിയിൽ തന്നെ സഹായിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഈ ഒരു സംഭവം നടന്നപ്പം കർണാടകത്താണ്. അവിടുത്തെ സർക്കാരിന്റെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് ഇതിന്റെ ഇമ്പോർട്ടൻസ് എത്തിക്കാൻ നമ്മൾ ആദ്യം പോയ ആള് രാഘവേട്ടനാണ്. രാഘവേട്ട അത് വേണ്ട രീതിയിൽ തന്നെ അന്ന് മുതൽ നമ്മുടെ കൂടെ നിന്ന് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സർക്കാരാണെങ്കിലും സർക്കാരിന്റെ ഓരോ പ്രതിനിധികളും ദിവസവും നമ്മുടെ കൂടെ തന്നെ വരുന്നുണ്ട്. ഇവിടെ വന്നിട്ട് നമ്മുടെ കുടുംബത്തിനൊപ്പം ചേർന്ന് നിന്നുണ്ട്. കൃഷ്ണപ്രിയ അവൾക്ക് നമ്മൾ എന്ത് കൊടുത്താലും മതിയാവില്ല. പക്ഷെ അർജുൻ എന്ന് പറഞ്ഞൊരു നഷ്ടം അവൾക്ക് തീരാ നഷ്ടമാണ്. അവൾക്കൊരു ജോലി കൊടുത്ത് നമ്മുടെ സർക്കാർ അതും ചെയ്ത് അങ്ങനെ എല്ലാവരും ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി ആളുകളും നമ്മുടെ കുടുംബത്തിന്റെ കൂടെ നിന്നുണ്ട്. അതേപോലെ നിങ്ങൾ മീഡിയ ഷിരൂരെത്തിയാലേ നമുക്ക് മീഡിയ കഷ്ടപ്പെട്ട ഒരു കാര്യം അറിയുള്ളൂ. നിങ്ങൾ ആ വെയിലാണെങ്കിലും മഴയാണെങ്കിലും ഒക്കെ അത്രയും ഈ ഒരു ദൗത്യം ഇത്ര വിജയകരമാക്കാൻ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഈ ഒരു അവസരത്തിൽ ഓർക്കുകയാണ്. അവിടുത്തെ ജില്ലാ ഭരണകൂടാണെങ്കിലും നമുക്ക് ആദ്യ സമയങ്ങളിലൊക്കെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈശ്വർ മാൽപ്പെ എല്ലാ ആളുകളും എല്ലാവർക്കും ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, അർജുന്റെ അടുത്ത് എത്തിപ്പെടാം. ഇനി പലരും പല രീതിയിലുള്ള മാർഗങ്ങൾ സ്വീകരിച്ചു. എല്ലാവർക്കും ഒരു ഉത്തരം കിട്ടി. നിങ്ങളൊക്കെ പോലെ തന്നെ ഞങ്ങൾ പുരോഗതി അറിയിക്കുന്നതിനൊപ്പം തന്നെ SP സാറ് അതായത് ഈ ഒരു ഡ്രഡ്ജിങ് സാധ്യമാക്കാൻ അവരെ പ്രഷർ ചെയ്ത് എന്റെ അടുത്ത് പറഞ്ഞു. ഇപ്പൊ KC വേണുഗോപാൽ സാർ അടക്കമുള്ള ആളുകളുടെ ഡയറക്റ്റ് പ്രഷറും കാര്യങ്ങളും ഇപ്പൊ രാഘവേട്ട അങ്ങനെയുള്ള ആളുകളാണ് നമ്മളെ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത് ആ ഒരു എഫേർട്ട് എടുത്തതെന്ന് പറഞ്ഞു. പിന്നെ അതേമാതിരി അവർക്ക് ആ ലോറി അവിടെയാണ് ഏകദേശം അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഉറപ്പ് നമ്മളെയും കൂടി അറിയിക്കാനാണ്. ഇപ്പൊ കുറച്ച് ദിവസം എടുക്കും. നമുക്ക് ഏകദേശം ഇതിന്റെ ഉള്ളിലാണ് ലോറി എന്നുള്ള മനസ്സിലായിട്ട് ഏകദേശം സ്ഥാനം മനസ്സിലായിട്ട് അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാം. പക്ഷെ അത് പതുക്കെ നമുക്ക് സാധ്യമാവുള്ളൂ. ആ കാര്യങ്ങളൊക്കെ അറിയിക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ അവര് വിശദീകരിച്ചു. അവിടെ തന്നെയാണ് കിട്ടിയത്. ആദ്യം ഈ തെരച്ചിലിനൊക്കെ വളരെ വേഗം കുറവാണ് നമ്മൾ പറയാം. പിന്നീട് അങ്ങോട്ട് വന്നപ്പോൾ കാര്യങ്ങളൊക്കെ കൃത്യമായി നടന്നിരുന്നു. ഏകോപനം അതൊന്നും അങ്ങനെയൊന്നും പറയാൻ ഞാൻ ആരുമല്ല. അപ്പം നമുക്ക് അതൊക്കെ ഓരോ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ടാണ്. അപ്പം
അതെനിക്ക് ഉത്തരമല്ല. ഇപ്പൊ ഏതായാലും നമുക്ക് ലാസ്റ്റ് ഈ ഡ്രഡ്ജർ വന്നതിന് ശേഷം നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിന്റെ അർജുന്റെ സഹോദരിയായ അഞ്ജു ആണ് ഇപ്പോൾ സംസാരിച്ചത്. ഷിരൂരിൽ ഇപ്പോഴും അർജുന്റെ ക്യാബിനിൽ എന്തെല്ലാം വസ്തുക്കൾ ഉണ്ട് എന്നുള്ള പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും വൈകാരികമായി തോന്നിയ ഒരു കാര്യം അർജുൻ മകൻ അലന് വേണ്ടി വാങ്ങിയ കളിപ്പാട്ടമാണ്. അത് കേടുകൂടാതെ ക്യാബിനിൽ ഉണ്ടായിരുന്നു. അതുകൂടാതെ RC ബുക്ക് ക്യാബിനിൽ തന്നെ ഉണ്ടായിരുന്നു, അതും നഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഉപയോഗിച്ച വസ്ത്രങ്ങൾ, 2 മൊബൈൽ ഫോണുകൾ, ഇതെല്ലാം അർജുന്റെ ലോറിയുടെ ക്യാബിനിൽ ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ അർജുന്റെ ബന്ധുക്കൾ അവിടെയുണ്ട്. അർജുന്റെ സഹോദരി ഭർത്താവായ ജിതിൻ അവിടെയുണ്ട്. അതുപോലെ തന്നെ അവിടെ കാർവാർ MLA സ്ഥലത്തുണ്ടായിരുന്നു. ഇവരെല്ലാമാണ് ഈ ക്യാബിൻ പരിശോധിച്ചത്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ നൽകാൻ KV ബൈജു ഉണ്ട് ഷിരൂരിൽ. ബൈജു, എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന വിവരം? പൂർണ്ണമായിട്ടും കരയോട് അടുപ്പിച്ചിട്ടുണ്ടല്ലോ ഈ ക്യാബിൻ. അതിലെന്തെല്ലാം വസ്തുക്കൾ കാണാൻ കഴിഞ്ഞു ഇപ്പോൾ? തീർച്ചയായും മഞ്ജുഷേ, ഇപ്പോൾ ആ ലോറി കരയോട് അടുപ്പിച്ചിരിക്കുന്നു. ദേശീയ പാതയോട് അടുത്താണ് ഇപ്പോൾ ആ ലോറി ഉള്ളത്. അതിന്റെ ക്യാബിൻ തകർത്ത് അതിന്റെ അകത്തുള്ള മുഴുവൻ വസ്തുക്കളും പരിശോധിച്ചു. അതിൽ ഏറ്റവും അർജുന്റെ ആ ഒരു കളിപ്പാട്ടം തന്നെയാണ്. നമ്മളൊക്കെ ആ ഒരു തുടക്കത്തിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയാണത്. ആ ഗ്ലാസിന് മുന്നിൽ ഒരു കളിപ്പാട്ടം ഉണ്ടായിരുന്നു. തന്റെ 2.5 വയസ്സുള്ള മകൻ അലന് വേണ്ടി വെച്ച ആ കളിപ്പാട്ടം, അതൊരു ലോറി തന്നെയായിരുന്നു. ആ കളിപ്പാട്ടം ഉൾപ്പെടെ ലോറി കുടുംബത്തിന് തിരിച്ചു നൽകിയിരിക്കുന്നു. അത്രത്തോളം അർജുനെ സുരക്ഷിതരാക്കിയിരിക്കുന്നു. അർജുന്റെ 2 മൊബൈൽ ഫോൺ, അത് രാവിലെ 3:30 വീട്ടിലേക്ക് വിളിച്ചൊരു മൊബൈൽ ഫോൺ ഉണ്ട്. ആ മൊബൈൽ ഫോൺ ഉൾപ്പെടെ ഇത്രയും 2 മാസത്തിലധികം ഈ ഗംഗാവലി പുഴയുടെ ആഴങ്ങളിൽ ഈ ലോറി പതിച്ചിട്ടും അതൊക്കെ തിരിച്ചു നൽകിയിരിക്കുന്നു എന്നാണ് ഏറ്റവും വൈകാരികമായ കാഴ്ച. ഏതായാലും എന്തൊക്കെ വസ്തുക്കൾ ലഭിച്ചു എന്ന് മുബീൻ ചേരുന്നു. മനാഫിന്റെ സഹോദരനാണ്, ഈ വാഹനത്തിന്റെ RC ഓണറാണ്. ഈ അർജുനുമായി ആത്മബന്ധം പുലർത്തുന്ന ഒരാളാണ് മുബീൻ. വളരെയേറെ അർജുന്റെ ഓരോ കാര്യങ്ങളും അത്തരത്തിൽ സംസാരിക്കുന്ന ഒരാളാണ് മുബീൻ തന്നെ ചേരുന്നു. മുബീൻ, എന്തൊക്കെ വസ്തുക്കളാണ് നമുക്ക് അർജുന്റേതായത് കിട്ടിയത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കളിപ്പാട്ടം അത് ഉൾപ്പെടെ കിട്ടിയല്ലേ? ഒരു മോന്റെ കയ്യിലുണ്ടായിരുന്നു. ഓന്റെ മോന്റെ കയ്യിലുള്ള ഒരു കളിപ്പാട്ടം ഓന്റെ ഓർമ്മക്കായിട്ട് വണ്ടിയിൽ വെക്കണാണ്. ആ കളിപ്പാട്ടം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഓന്റെ ഡ്രസ്സുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഫുഡിന്റെ ഐറ്റംസ്, സാധനങ്ങൾ ഒക്കെ, അതായത് കിച്ചൺ, വീട്ടിൽ പാത്രങ്ങൾ, മറ്റു കാര്യങ്ങളും എല്ലാം കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ഒരു വിധം കാര്യങ്ങൾ അതിൽ നഷ്ടപ്പെട്ട കാരണം അർജുന്റെ കയ്യിലൊരു മോതിരം ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അർജുന്റെ കുറച്ച് കാര്യങ്ങൾ. ഭാര്യയുടെ മോതിരാണോ അറിയില്ല. അർജുന്റെ കയ്യിൽ എപ്പോഴും ഒരു മോതിരം ഉണ്ടായിരുന്നു, ഒരു മോതിരം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ രണ്ടാമത് ഞങ്ങൾ വാഷ് ചെയ്ത് ഒക്കെ ഫുള്ള് ചെക്ക് ചെയ്ത് നോക്കി. സാധനം നഷ്ടപ്പെട്ടു. കാരണം ചിലപ്പോൾ ശരീരത്തിലോട്ടാണെങ്കിൽ ഇത്രയും കാലപ്പഴക്കം കൊണ്ട് ഇവിടെ പോയിണ്ടാവും, വെള്ളത്തിലായതുകൊണ്ട്. ഞാൻ സൂചിപ്പിച്ചതുപോലെ അർജുനുമായിട്ട് ആത്മബന്ധം ഒരുപക്ഷെ മനാഫ് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു, സുഹൃത്താണ്, അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു, പക്ഷെ നിങ്ങൾ സുഹൃത്താണെന്ന്. ഈ സമയത്ത് അർജുൻ ഇത്രയും ഭക്ഷണത്തിന്റെ ഒരുപാട് പാത്രങ്ങളൊക്കെ നമ്മൾ ലഭിക്കുന്ന സാഹചര്യമുണ്ട്. ഒരുപാട് ആഹാരം വെച്ച് മറ്റവർക്ക് കൊടുക്കാനൊക്കെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നു ഈ സമയത്ത്? അല്ല, ഓന് എല്ലാവർക്കും ഭക്ഷണം ഞങ്ങളെ പോന്റെ കൂടെ സ്ഥിരമായിട്ട് ചിലപ്പോൾ ചില ദിവസങ്ങളിൽ ഞാൻ പല ആളുകളും ഞങ്ങളെ വേറെ സ്റ്റാഫുകളോ എല്ലാവരും ഞാൻ വിടലുണ്ട്. അപ്പോൾ ഒരു വീഡിയോ അയച്ചത് എടുത്തു. അങ്ങനെ ഒരു നല്ലൊരു ഇതിൽ പോയിക്കൊണ്ട് നിന്നാണ്. എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ ഇഷ്ടമുള്ള ആളുമായിരുന്നു. ഓന് എപ്പോഴും സാധാ ഡ്രൈവർമാരെല്ലാവരും ഭക്ഷണം ഉണ്ടാക്കാനുള്ള മടി ഉണ്ടാവും. പക്ഷെ ഇവനാകുമ്പോൾ ഭക്ഷണം എപ്പോഴും ഉണ്ടാക്കിയിട്ട് അവന് ഒരു പുറമേന്ന് കഴിക്കുന്നതിനെക്കാട്ടും അല്ലേ ഓനക്ക് ഓന്റെ വാനത്തിൽ തന്നെ ഉണ്ടാക്കണം എന്നുള്ളൊരു ഇതിന്റെ ആളാണ്. പിന്നെ എല്ലാം ഒരു കൃത്യനിഷ്ഠതയുള്ള ആളായിരുന്നു. ഇന്ന ടൈമിനെത്തി, ഇന്ന ടൈമിന് ഞാൻ അവിടുന്ന് കുളിച്ചു മാറ്റി ഭക്ഷണം ഉണ്ടാക്കി, അങ്ങനെ ഒരു സമയക്രമത്തിൽ പോണ ആളായിരുന്നു. അതുപോലെ കുടുംബത്തിൽ അർജുൻ എന്നാൽ ഏറ്റവും പ്രിയപ്പെട്ടവൻ. അത് മാത്രമല്ല ആ കളിപ്പാട്ടം മകനോടൊക്കെ അത്രത്തോളം ഇഷ്ടം, അതല്ലേ? മോനെ കുറിച്ച് നമ്മളോട് പറയലുണ്ട്. എനിക്ക് അതിന്റെ വീഡിയോ അയച്ചു തന്നീനു, അതിന് ശേഷം വണ്ടിയിൽ വെച്ച വീഡിയോ അയച്ചു തന്നീനു, എന്നോട് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു. മോൻക്കൊരു ഇത് ഞാൻ വാങ്ങിക്കുന്നത്, അതിപ്പോ തൽക്കാലം ഞാൻ ഇങ്ങോട്ടേക്ക് വണ്ടിയിൽ വെക്കുകയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും ഓനെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അപ്പോ ഈ എല്ലാം കൊണ്ടും നമുക്കൊരു വേദന ഉള്ള ദിവസങ്ങളാണ്. ഇപ്പൊ കടന്നു പോയിക്കൊണ്ട് നീന് വാഹനം ലഭിച്ചപ്പോഴും വേദന തന്നെയാണ്. ഇത് അർജുന്റെ പ്രിയപ്പെട്ട വാഹനം അല്ലെ? ഏറ്റവും പുതിയ വാഹനം. ഈ വാഹനം അതെല്ലാം നിങ്ങൾക്ക് തിരികെ തന്നിരിക്കുന്നു അല്ലെ? അതെ 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 അതെ. ഓന് ഓരോ സാധനവും, ഇതിലെ ഓരോ സാധനവും ഓനും ഞാനൊക്കെ പോകുമ്പോൾ ഓരോന്ന് എന്തെങ്കിലും നഷ്ടപ്പെടുക, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിലൊക്കെ ഓന് അപ്പം നന്നാക്കിച്ചുകൊണ്ട് ഇതാക്കിക്കൊണ്ട് കൊണ്ടുനടന്നാണ്. ഞങ്ങൾ ഓരോ സാധനങ്ങളും ഇതിലെ ഓരോ പാർട്സും നമുക്ക് അത്രയും വേണ്ടപ്പെട്ട പാർട്സുമാണ്. അതുപോലെ തന്നെ ഓനക്ക് എല്ലാത്തിലും ഞങ്ങളോട് അത്രയും കൂറായിരുന്നു. കാരണം ഞങ്ങൾ സ്വന്തമായിട്ട് മരം കൊണ്ടുവരുന്നതാണ്. ഞങ്ങൾ വേറെ അടുത്ത് വാങ്ങുമ്പോഴൊക്കെ ഞങ്ങളെ സാധനം ഞങ്ങൾക്ക് അത്രയും സുരക്ഷിതമായിട്ട് എത്തിക്കും വേണം. അതിൽ അവിടുന്ന് വാങ്ങണോടത്ത് ചിലപ്പോൾ ചില മരത്തിന്റെ കച്ചവടം, ഞങ്ങൾക്ക് മരത്തിൽ ചിലപ്പോൾ ആകാത്ത മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതവിടെ ഓരോട് കച്ചറുണ്ടാക്കി ഞങ്ങൾ പറയും. ചിലപ്പോൾ കെറ്റിക്കോളിന്ന് പറഞ്ഞാലും കച്ചറുണ്ടാക്കി മരം കൊണ്ടുവരിക. അങ്ങനെ ഒരുപാട്
കാര്യങ്ങൾ അവൻ ചെയ്തുകൊണ്ടായിരുന്നു. മഞ്ജുഷ, അതാണ് അത്രത്തോളം പ്രിയപ്പെട്ടവരാണ് ഇവർക്കെല്ലാം. ഇനി നമുക്ക് ഈ മറ്റ് മൃതദേഹം നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങൾ വന്നിട്ടുള്ളത്. നാളെ വൈകിട്ടോടുകൂടി ഇത്തരത്തിൽ ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകാൻ കഴിയുമെന്നാണ് MLA വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ മറ്റന്നാൾ രാവിലെ കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കാനുള്ള ഒരു സജ്ജീകരണങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതിൽ ആംബുലൻസ് ഉൾപ്പെടെയുള്ള എല്ലാ ചെലവുകളും കർണാടക സർക്കാർ വഹിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, കർണാടക പോലീസ് കണ്ണാടിക്കലിലെ വീട് വരെ അനുഗമിക്കുന്നുണ്ട്, ഈ മൃതദേഹത്തിന് അനുഗമിക്കുന്നുണ്ട്. കാർവാർ MLA സതീഷ് സെയിൽ ഒപ്പം SP ഉൾപ്പെടെയുള്ളവർ കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് പോകുമെന്നും അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വൈകാരികമായ ഒരു യാത്രയപ്പ് അത് നാളെ ഒരുങ്ങുകയാണ് ശിരൂർ. എന്തായാലും ഇപ്പോൾ കാർവാർ ജില്ലാ ആശുപത്രിയിലാണ് ഇപ്പോൾ മൃതദേഹമുള്ളത്. നാളെ ഈ DNA പരിശോധനാ ഫലം വന്നാൽ വൈകിട്ടോടുകൂടി തന്നെ മൃതദേഹം കൊണ്ട് ആ ആംബുലൻസ് കണ്ണാടിക്കലിലേക്ക് പുറപ്പെടും. അങ്ങനെയാണെങ്കിൽ മറ്റന്നാൾ രാവിലെ അവിടെ വീട്ടിലേക്ക് എത്തും. എന്തായാലും അതിന് ഒരു കൃത്യമായ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ ഇത്തരത്തിലാണ് ഇപ്പോൾ പദ്ധതി ഇടുന്നത്. പക്ഷേ വിവരങ്ങൾ നൽകിയത് ഷിരൂരിൽ നിന്ന്. അത് DNA പരിശോധനയുടെ ഫലം വരുന്നതിനെ ആശ്രയിച്ചിരിക്കും. ഫലം വന്നു കഴിഞ്ഞാൽ മൃതദേഹം വിട്ടുകൊടുക്കും എന്നായിരുന്നു ജില്ലാ കളക്ടർ പറഞ്ഞിരുന്നത്. ഇന്നലെ തന്നെ ഇക്കാര്യം അവർ വ്യക്തമാക്കിയതാണ്. 2 ദിവസമാണ് ഇതിനായിട്ട് എടുക്കുക എന്നുള്ള കാര്യവും ജില്ലാ കളക്ടർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അർജുൻ കാത്തു സൂക്ഷിച്ച ഓർമ്മകളുമായാണ് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ നാട്ടിലേക്ക് മടങ്ങുന്നത്. ഒപ്പം സുഹൃത്തുക്കളുമുണ്ട്. ദിവസങ്ങളായി 70 ദിവസത്തോളമായിട്ട് ഷിരൂരിൽ തങ്ങുന്നവരാണ് ഇവർ. ഈ ഓർമ്മകൾ അവർക്കൊപ്പം ഉണ്ടായിരിക്കും. അർജുന്റെ വാഹനം, അർജുന് തന്റെ ഇഷ്ടപ്പെട്ട ആ വസ്തു, അതായത് തന്റെ 2.5 വയസ്സുള്ള കുഞ്ഞുമകന് വാങ്ങിയ കളിപ്പാട്ടം ഉൾപ്പെടെ ഇപ്പോൾ തിരികെ നൽകിയിരിക്കുന്നു. എന്തായാലും ഇതെല്ലാം ഓർമ്മകളാണ്. ആ ഓർമ്മകളെല്ലാം കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് കൊണ്ടുപോകുക. ജിതിൻ ഈ വൈകാരികമായ നിമിഷത്തിൽ ജിതിൻ ചേരുന്നു. ജിതിൻ എന്തൊക്കെ വസ്തുക്കളാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്? നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. എന്നിട്ട് 2.5 വയസ്സുള്ള മകന് വേണ്ടിയ കളിപ്പാട്ടം. അതെ, അർജുന്റെ മകൻ അയൻകുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവായിരുന്നു. അതിന് ഫേവറേറ്റ് ആയതുകൊണ്ട് അർജുൻ അത് തിരിച്ച് ക്യാബിനിലേക്ക് തന്നെ അവൻ്റെ ഒരു അലങ്കാര വസ്തുവായിട്ട് അത് ക്യാബിനിൽ എപ്പോഴും ഉണ്ടാകുന്ന വാഹനമായിരുന്നു അത്. ഞാൻ ലാസ്റ്റ് തവണ കയറിയപ്പോഴും ആ വാഹനമൊക്കെ അതിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എപ്പോഴും മകന് അവൻ കൂടുതലും വാങ്ങിച്ചു കൊടുക്കുന്നത് ഈ തരത്തിലുള്ള ലോറി, അതിനോടനുബന്ധിച്ച വാഹനപരമായിട്ടുള്ള കളിപ്പാട്ടങ്ങളായിരുന്നു കൂടുതലും വാങ്ങിക്കൊടുക്കാറ്. തീർച്ചയായിട്ടും നമുക്ക് അവൻ്റെ 2 മൊബൈൽ ഫോൺ, വാച്ച്, അതടങ്ങിയ പിന്നെ മറ്റു ഡോക്യുമെൻറ്റ്സ്, മറ്റു പാത്രങ്ങളെല്ലാം, ഡ്രസ്സ് എല്ലാം, അവൻ്റെ അവസാനത്തെ ഉപയോഗിച്ച ഡ്രസ്സുകളെല്ലാം ലഭിച്ചു. ഇതൊക്കെ സംബന്ധിക്കുന്നത് വളരെ വളരെ നമുക്ക് ആശ്വാസകരം പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതെല്ലാം നമ്മളിനി ഓർമ്മയായി, അർജുൻ്റെ ഓർമ്മയായി കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും അല്ലേ? തീർച്ചയായിട്ടും ഇതെല്ലാം നമ്മൾ കൊണ്ടുപോകും. എന്നാലും ഈ ലോറി, അർജുന്റെ പ്രിയപ്പെട്ട ലോറി, തന്റെ ഇഷ്ടപ്പെട്ട വസ്തുക്കളെല്ലാം തിരിച്ചു നൽകി എന്നതാണ് ഈ ഇവിടെ നിന്ന് നൽകാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. KB ബൈജു, ന്യൂസ് 18, ശിരൂർ. കേരളത്തോടൊപ്പം കൂടെ നിന്ന കർണാടക സർക്കാരിന് നന്ദിയുണ്ടെന്ന് അർജുന്റെ സഹോദരി ഭർത്താവായ ജിതിൻ പറയുന്നു. പല വൈകാരിക സന്ദർഭങ്ങളിലൂടെയും കടന്നുപോയത്. ഒടുവിൽ എല്ലാത്തിനും ഉത്തരമായതിൽ സമാധാനമുണ്ടെന്നും ജിതിന്റെ പ്രതികരണം. ഇന്ന് DNA പരിശോധന സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. എന്തായാലും ജിതിൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ജിതിൻ, എന്താണ് ഇപ്പോൾ നമുക്ക് അധികൃതർ നൽകിയ കാര്യങ്ങൾ? DNA സാമ്പിൾ ഇന്നലെ കാർവാർ ഹോസ്പിറ്റലിൽ നിന്ന് അവർ എടുത്തു വെച്ചിരിക്കുന്നു. അതുപ്രകാരം തന്നെ ഉബ്ലി എന്ന സ്ഥലത്തേക്കാണ് ഈ ടെസ്റ്റിങ്ങിന് കൊണ്ടുപോകുന്നതും. നാളെ അല്ലെങ്കിൽ മാക്സിമം മറ്റന്നാൾ എന്നൊരു ദിവസത്തിനുള്ളിൽ ഇത് പൂർത്തിയാക്കി നമുക്ക് അർജുന്റെ മൃതദേഹം വിട്ടു നൽകുമെന്നാണ് അങ്കോള SI ഇന്നലെ സ്ഥലത്തുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അദ്ദേഹം എന്നെ അറിയിച്ചത്. അദ്ദേഹം എന്റെ നമ്പറും വിളിച്ച് ഇത് എത്രയും പെട്ടെന്ന് കഴിയുന്നു അത്രയും പെട്ടെന്ന് നമ്മൾ അറിയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പിന്നെ ഈ ലോറി എടുക്കുന്ന ഒരു നിമിഷം തന്നെയായിരുന്നു. പിന്നെ ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കൾക്കാരും എല്ലാവരും അറിയാം. എന്നെയും ഞങ്ങൾ ഈ അഭിജിത്താണെങ്കിലും മറ്റാൾക്കാരാണെങ്കിലും ഒരു കുടുംബാംഗങ്ങൾ പോലെ തന്നെയാണ് മാധ്യമ പ്രവർത്തകർ ഇവിടെ കൊണ്ടു നടന്നിരുന്നത്. മാധ്യമ പ്രവർത്തകരുടെ ഒരു സപ്പോർട്ടും ഏറ്റവും കൂടുതൽ എനിക്ക് ഈ ഇന്നത്തെ ഈ മീറ്റിംഗിൽ തന്നെ ഞാൻ പറയാനുള്ളത്, ഒരുപാട് പേര് പറഞ്ഞു പോകേണ്ട ഒരു കാര്യമുണ്ട്. കാരണം അത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഒരു ഉദ്യമത്തിനൊരു അന്ത്യം ഉണ്ടാകില്ലെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ നമുക്ക് പറയാനുള്ളത്,
ഒന്നാം ഘട്ട തെരച്ചിൽ നമുക്കറിയാമല്ലോ ഏത് തരത്തിലാണ് അവസാനിച്ചത്. അതിൽ പിന്നെ രണ്ടാം ഘട്ട തെരച്ചിൽ തുടങ്ങി. അന്ന് നമ്മൾ അറിയിച്ചത് മൽപ്പയാണെങ്കിലും നേവി ആണെങ്കിലും മുങ്ങിയിട്ടുള്ള ഒരു തെരച്ചിൽ ഇനി സാധ്യമല്ല, അത് മനുഷ്യ സഹജമല്ല, അത് അവരുടെ ജീവന് ഭീഷണിയാണ് എന്ന് അവര് ആവർത്തിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് പിന്നെ ഇവിടുത്തെ ഭരണകൂടവും പോലീസ് സംവിധാനവും അത് സ്റ്റോപ്പ് ആക്കുകയും ഡ്രഡ്ജിംഗ് മൂലം മാത്രമേ ഇനി ഇങ്ങനെ ഒരു ഒരു മനുഷ്യ സഹജമല്ലാത്ത ഒരു ഡ്രഡ്ജിംഗ് മൂലം മാത്രമേ ഇനി നമുക്ക് ഈ ട്രക്ക് ഉയർത്താൻ പറ്റൂ, അതിൽ അർജുൻ ഉണ്ടെങ്കിൽ അവനെ എടുക്കാൻ പറ്റൂ എന്ന ഒരു കാര്യം അവർ പറയുകയും അതിൽ പ്രകാരം ഇവിടുത്തെ കലക്ടർ ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രി ഓഫീസിലേക്ക് കൈമാറുകയും ചെയ്തു. തുടർന്നാണ് നമ്മൾ കുടുംബത്തിന്റെ ശക്തമായ ആവശ്യപ്രകാരം കോഴിക്കോട് MP ശ്രീ രാഘവേട്ടനും മഞ്ചേശ്വരം MLA AK മഞ്ചേശ്വരം MLA തുടക്കം മുതൽ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ നമ്മുടെ കൂടെ നിന്ന ആളാണ്. ഞങ്ങൾ ഒരുമിച്ച് മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നതും DK ശിവകുമാറിന്റെയും സിദ്ധരാമയ്യയുടെ അപ്പോയിന്റ്മെന്റ് എടുക്കുകയും ഞങ്ങൾ അത് പ്രകാരം അവിടെ പോയിട്ട് സിദ്ധരാമയ്യയെ കാണാൻ സാധിച്ചു. ഞങ്ങൾക്ക് അദ്ദേഹം തന്ന ഒരു ഉറപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു സ്പെഷ്യൽ കേസാണ്, നിങ്ങൾക്ക് അർജുനെ എടുത്തു തരും, അതായത് ഡ്രഡ്ജിംഗ് മെഷീൻ ഞങ്ങൾ കൊണ്ടുവരും, അതിന് എത്ര രൂപ ചെലവായാലും ഞങ്ങളത് കൊണ്ടുവരും. അവർ കുടുംബത്തിന്റെ കൂടെ തന്നെ നിന്ന് അർജുനെ എടുക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഈ നിമിഷം വരെ ഇപ്പോഴും അവർ ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നലെ ആയിരുന്നു ആ നിർണായക ദിനം. അർജുന്റെ ട്രക്ക് ഉയർത്തി. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ഉറപ്പുണ്ടായിരുന്നു. അപ്പം അതിനെല്ലാം ഒരു ഉത്തരം ഇന്നലെയായിട്ട് പല കോണുകളിൽ നിന്ന് ഈ ഡ്രഡ്ജർ കാര്യക്ഷമമല്ല എന്ന് നമ്മുടെ കൂടെയുള്ള ആൾക്കാർ പലരും ഇത് പറഞ്ഞ് നമ്മുടെ ഈ തെരച്ചിലിനെ തന്നെ വഴിതെറ്റിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം നമ്മൾ ഇതിന്റെ കൂടെ ഉറച്ചു നിന്നു. ഇവിടുത്തെ സംവിധാനത്തിന്റെയും ഈ ഡ്രഡ്ജറിന്റെയും ഒരു പൂർണ്ണ വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോയി. അതിനെല്ലാമുള്ള ഉത്തരം നമുക്ക് ഇന്നലെ ലഭിച്ചിരിക്കുന്നു. വൈകാരികമായിട്ടുള്ള പല സന്ദർഭങ്ങളും ഇതിലൂടെ കടന്നുപോയി. പക്ഷേ എല്ലാത്തിനുള്ളൊരു ഉത്തരം നമുക്ക് ഇന്നലെ ലഭിച്ചു. എങ്ങനെ ഇപ്പോൾ ഏത് രീതിയിലാണ് അർജുനെ ഇതുള്ള അങ്ങനെ എന്തെങ്കിലും നോക്കാൻ അറിയാൻ പറ്റുന്നുണ്ടോ? അർജുന്റെ ബോഡി നമുക്ക് പിന്നെ ലഭിച്ചിട്ടുണ്ട്. അതാ പറഞ്ഞത്, ഇനി എന്തെങ്കിലും ഇതിൽ അവശേഷിപ്പുണ്ടോ എന്നുള്ളതുകൂടി നമുക്കൊന്ന് ക്രോസ് വെരിഫൈ ചെയ്യണമെന്നുള്ള ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് പ്രകാരം തന്നെ മഞ്ചേശ്വരം MLA ഇപ്പം അല്പസമയത്തിന് ശേഷം ഇവിടെ എത്തുമെന്ന് തന്നെ അറിയിച്ചിട്ടുണ്ട്. നമ്മൾ ഒന്നുകൂടി ക്യാബിൻ പൂർണ്ണമായി തകർന്നിട്ടുണ്ട് എങ്കിൽ കൂടിയിട്ടും നമ്മൾ ഒന്നുകൂടി അതൊരു പരിശോധന പൂർണ്ണമായിട്ട് അത് കട്ട് ചെയ്തിട്ട് അർജുന്റേതായിട്ടുള്ള അവസാന നാളത്തെ എന്തെങ്കിലും അവന് ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി സൂക്ഷിക്കാൻ അതിൽ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതും കൂടി എടുക്കാനുള്ളൊരു നടപടി ഉണ്ടാകണമെന്ന് ഞങ്ങൾ ഇവിടെ അഭ്യർത്ഥിക്കുന്നു. അർജുന്റെ പ്രിയപ്പെട്ട വാഹനമാണ് ഈ കിടക്കുന്നത്. ആ അവസാന നാളുകളിലും അർജുനെ ചേർത്ത് പിടിക്കുന്ന പോലല്ലേ നമുക്ക് കാണാൻ പറ്റുന്നത്? അർജുനെ പുറത്തേക്ക് പോലും അങ്ങനെ പോവാതെ തീർച്ചയായിട്ടും അർജുനെ ചേർത്ത് പിടിച്ച വാഹനം തന്നെയാണ് ഇത്. പ്രകൃതിയുടെ മുന്നിൽ പോലും അർജുനെ ഞങ്ങൾക്ക് ജീവനോടെ അല്ലെങ്കിലും അവന്റെ കുറെ ഭാഗം നമുക്ക് അവനെ കുറച്ചൊക്കെ അവന്റെ കിട്ടി. അതൊരു പിന്നെ ഞങ്ങൾക്കൊരു ആശ്വസിക്കാനുള്ള ഒരു കാര്യമുണ്ട്. കാരണം മുൻപോട്ടുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പിന് അത് അനിവാര്യം തന്നെ ആയിരുന്നു എന്നുള്ളൊരു ആവശ്യം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ കുടുംബം ഇത്രയും നേരം ഈ കാര്യത്തിന് വേണ്ടി മുന്നേറിയതും മറ്റുള്ള ആൾക്കാരെ ഇതിനൊക്കെ സഹായിച്ചതും. അർജുന്റെ സഹോദരി ഭർത്താവായ ജിതിനാണ് സംസാരിച്ചത്. ജിതിനോടൊപ്പം തന്നെ അർജുന്റെ സഹോദരനായ അഭിജിത്തും ഷിരൂരിലുണ്ടായിരുന്നു. അഭിജിത്തും ഇതേക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അർജുന്റെ സഹോദരനാണ് അഭിജിത്താണ്. അഭിജിത്ത് ഇവിടെ തുടക്കം മുതൽ തന്നെ ഇവിടെ വലിയ സങ്കടത്തോടെ ഒരുപക്ഷെ നമ്മളൊക്കെ അഭിജിത്തിനെ ആശ്വസിപ്പിക്കേണ്ട രീതിയിൽ പലപ്പോഴും തളർന്നു പോകുന്ന അഭിജിത്തിനായിരുന്നു കണ്ടത്. എന്തായാലും അഭിജിത്തിനും കാര്യങ്ങൾ പറയേണ്ട. അഭിജിത്ത് ഇപ്പോൾ നമ്മൾ ആ കാത്തിരിപ്പിനൊരു ഫലം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും നമുക്ക് ജീവനോടെ ഉണ്ടാവില്ല എന്ന് നമ്മൾ ഉറപ്പിച്ചതാണ്. ജീവനോടെ ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ചതാണ്. പക്ഷെ ഏട്ടനെ ഇവിടെ വിട്ടേച്ച് പോകാനുള്ളൊരു മനസ്സില്ലേനും. അതാണ് ഈ ഒരു 70 ദിവസമായിട്ട് ഇവിടെ തന്നെ നിന്നത്, ഏട്ടന് വേണ്ടിയിട്ട് കാത്തുന്നത്. അതിനൊരു ഉത്തരമായി ഇനി നാളെ തന്നെ ഏട്ടനെ കൊണ്ട് പോകാന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. എങ്ങനെയായിരുന്നു ആ ഒരു ബന്ധം സഹോദരനുമായുള്ള? എന്റെ ഓർമ്മ വെച്ച മുതൽ എന്നെ എടുത്തു വളർത്തിയതും എന്റെ പഠനത്തിന്റെ ആണെങ്കിലും കാര്യത്തിനൊക്കെ ഏട്ടൻ തന്നെയാണ്. അച്ഛന് വയ്യാതായ സമയത്തും ഞങ്ങളെ കുടുംബത്തിനായാലും ഒക്കത്തിനും ഏട്ടൻ തന്നെയാണ് ഉള്ളത്. ഓർമ്മിക്കാന്ന് വെച്ചാൽ 24 മണിക്കൂറും കൂടുള്ള ഒരാളെ ഓർമ്മിക്കാതൊക്കെ അപ്പൊ എന്താ ഉള്ളത്? മൊത്തം ഓർമ്മകൾ തന്നെയാണ്. ഈ ഏറ്റവും അവസാനമുണ്ടായ ഒരു നിമിഷം ഏത് സമയത്തായിരുന്നു അഭിജിത്തുമായി സംസാരിക്കും അല്ലെങ്കിൽ കാണുകയൊക്കെ ചെയ്ത ഒരു നിമിഷം? അതൊന്ന് ഓർമ്മിക്കണം. അതായത് ഈ ഒരു ട്രിപ്പിന് പോകുന്നതിന്റെ തൊട്ടു മുന്നേ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയത് ഞാനും ഏട്ടനും കൂടിയാണ്. അന്നത്തേക്കുള്ള ഭക്ഷണം. അന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പിറ്റേന്ന് രാവിലെ പോകുന്നത് ഞാൻ കണ്ടില്ല. പൊലിച്ചേക്ക് തന്നെ ഏട്ടൻ പോയിട്ടുണ്ട്. പിന്നെ കണ്ടില്ല. പിന്നീട് ഏറ്റവും അവസാനം വിളിച്ചത്
വിളിച്ചത് ഈ ഒരു ജൂലൈ 15 ഞങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു ഓഡിയോ. 15-ാം തീയതി, അതായത് 16-ാം തീയതി 8:30 ഈ സംഭവം ഉണ്ടാകുന്നത്. കറക്റ്റ് 24 മണിക്കൂർ മുന്നേ 15-ാം തീയതി ഞങ്ങൾ മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ ഏട്ടനോട് പറഞ്ഞത് ഇപ്പോൾ ഞാൻ വണ്ടി ഓട്ടാൻ പോവാണ്, വിളിക്കാന്നുള്ള രീതിയിൽ മെസ്സേജ് അയച്ചതാണ്. പിന്നെ 16-ാം തീയതി ഞാൻ സംഭവം അറിയുന്ന ഉച്ചയാകുമ്പോഴാണ്. പിന്നെ കോണ്ടാക്ട് ചെയ്തിട്ടൊന്നും കിട്ടുന്നില്ല. വെപ്രാളായി അന്ന് രാത്രി തന്നെ അങ്ങോട്ട് തിരിച്ചതാണ്. അന്ന് മുതൽ ഇന്ന് വരെ കുറേ വേദനകൾ സഹിച്ചിട്ടുണ്ട്. അതിനൊക്കെയുള്ള ഒരു ഉത്തരായി. കുറച്ചും കൂടി സങ്കടം സഹിച്ചാലും ഇതിനൊക്കെ ഒരു അവസാനമായെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ ഏട്ടന്റെ അർജുന്റെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനം അവസാന നിമിഷത്തിൽ അതിന്റെ ഒരു കാഴ്ച അതെങ്ങനെയാണ് തോന്നുന്നത്? ഏട്ടപ്പോൾ ഈ വണ്ടി നാട്ടിൽ കൊണ്ടുവരാണെങ്കിലും ഒക്കെ ഏട്ടൻ എപ്പോഴും വൃത്തിയായി കൊണ്ടുനടക്കുന്ന ഒരു വണ്ടിയാണ്. അതായത് ഏട്ടൻ ഞങ്ങളെപ്പോലെ തന്നെ സ്നേഹിക്കുന്ന വണ്ടിയാണ്. എപ്പോഴും വീട്ടിലെത്തിയാലും അതിന്റെ കാര്യങ്ങൾ പറയലും വണ്ടിയിൽ പോകുന്ന കാര്യങ്ങളൊക്കെ പറയലാണ്. ഏട്ടനെ വിട്ടുകൊടുത്തില്ല വണ്ടി. ഈ ഒരു ഇത്ര വലിയ ദുരന്തത്തിലും ഏട്ടൻ അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അത് ഞങ്ങൾക്കും കിട്ടി. ചേർത്ത് പിടിച്ചു എന്ന് വേണം പറയാൻ. ചേർത്ത് പിടിച്ചു. ഏട്ടനെ മൊത്തമായിട്ട് തന്നെ ആ വണ്ടിയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടി. മറ്റ് വീട്ടുകാരുടെ സംസാരിച്ചോ ഇത് കഴിഞ്ഞ ശേഷം അങ്ങനെയായിരുന്നു അബി സംസാരിച്ചത്? ഞാൻ ഇന്നലെ വീട്ടിലേക്ക് വിളിച്ചത്. അമ്മയും അച്ഛനും അതിൻ്റെതായ സങ്കടത്തിലാണ്. ഓല് റിക്കവറായി വരുന്നതേനും. പിന്നെ എങ്ങനെ ഒന്നും കൂടി ഇതായി പറഞ്ഞപ്പോൾ ഓൽക്ക് എന്നേക്കുള്ള സങ്കടത്തിനെക്കാട്ടി നല്ലത് കുറച്ച് സങ്കടപ്പെട്ടാലും റെഡി ആവുമല്ലോ. 2-3 മാസം കൊണ്ടൊക്കെ റെഡി ആവുമായിരിക്കും. അതുപോലെ തന്നെ ഈ ദൗത്യം ഇന്നലെ അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ഉണ്ടായത്. രാവിലെ മുതൽ അതിന്റെ ഒരു സങ്കടം ഉണ്ടായി. ചിലപ്പോൾ നിർത്തുവോ അറിയില്ല. പക്ഷെ ഞങ്ങളെ ഇവിടുത്തെ ഗവൺമെന്റ് പറഞ്ഞ 10 ദിവസം തുടരും എന്നാണ്. പക്ഷെ ഇവിടുന്ന് അങ്ങനെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഉള്ളിലൊരു സങ്കടം ഉണ്ടായി. ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം. പക്ഷെ ഒരു 10-11 മണിയായപ്പോൾ എന്തോ അതിനുള്ളിൽ കാര്യമായിട്ടുണ്ട് ഞങ്ങൾ മനസ്സിലായി. ഞങ്ങളത് ആദ്യം നമുക്കറിയാലോ, ടാങ്കർ ഇങ്ങനെ കിട്ടുന്നുണ്ടല്ലോ, ഞങ്ങൾ അങ്ങനെയാണ് എന്നൊക്കെയുള്ള രീതിയിൽ നിൽക്കുകയും പിന്നെ എല്ലാവരും വരാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് കാര്യം മനസ്സിലായത്. അപ്പം പൊന്തിച്ചപ്പോൾ അതിനുള്ള ഏട്ടനും കൂടി ഉണ്ട് പറഞ്ഞപ്പം അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ഇന്നലെയൊക്കെ ഉണ്ടായത്. ഇത്ര ദിവസത്തെ കാത്തിരിപ്പിനൊരു അവസാനം. ാണ് തെരച്ചിൽ ഇടയ്ക്ക് വെച്ച് തടസ്സപ്പെട്ടിട്ട് പോലും അത് തുടരാൻ കാരണമായതും ഇവിടെ വരെ എത്തിച്ചതും. 72 ദിവസമായി അനുഭവിക്കുന്ന സംഘർഷങ്ങളെക്കുറിച്ചാണ് ഇപ്പോഴും മനാഫ് പറയുന്നത്. ഈ അപകടം നടന്നത് മുതൽ തന്നെ ഈ ശിരൂരിൽ ഇത്തരത്തിൽ ക്യാമ്പ് ചെയ്ത് ഈ ഓരോ രക്ഷാദൌത്യത്തിനും ദൌത്യത്തിനും ഒക്കെ മുന്നിട്ടിറങ്ങിയ മനാഫ് ഏതായാലും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും ഒരു ഘട്ടത്തിൽ കുറ്റം പറയുന്നത് അതിൻ്റെ ഒരു പാരമ്യത്തിലെത്തിന്. അതായത് താങ്ങാവുന്നതിലപ്പുറം കുറ്റങ്ങൾ കേൾക്കേണ്ടി വന്നു. പക്ഷെ ഏതൊരു ശക്തി നിരന്തരമായിട്ട് എന്നോട് പറഞ്ഞ് കൊണ്ട് നിന്നതാണ്, മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ട് നിന്നാണ് അർജുന് ക്യാബിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഞാൻ പലവട്ടം പറഞ്ഞതാണ്, അർജുൻ്റെ വാഹനം ഓവറായിട്ട് തകർന്നിട്ടില്ല. ഞാൻ പലവട്ടം പറഞ്ഞാണ്. തെരച്ചിലില്ലാത്ത സമയങ്ങളിൽ ഇവിടെ വാടകയ്ക്ക് വീടെടുത്തിട്ട് ഇവിടെ നിന്നും കൊണ്ട് ഡെയിലി എന്താക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പ്രൈവറ്റായിട്ട് പല ഭാഗങ്ങളിൽ കൂടി തെരച്ചിൽ നടത്തിയിരുന്നു. കടലിൽ തെരഞ്ഞതാണ്. 8 ദിവസത്തോളം കണ്ടിന്യൂസ് ബോട്ട് വാടകയ്ക്ക് എടുത്തിട്ട് നമ്മൾ കടൽ മൊത്തം അരിച്ചു പെറുക്കിയതാണ്. അതേമാതിരി കടലിന്റെ അതേ സമയത്ത് തന്നെ കരയോ അരിച്ചു പെറുക്കിയതാണ്. മീൻസ് പുഴയിൽ ഈശ്വർ മലപ്പനെ എന്താ പറയാ, ആ സമയത്ത് ആ അധികാരവും അറിയാതെ തന്നെ ഇറക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ എന്താണ് പ്രയത്നിച്ചിട്ടാണ് എന്താക്കുന്നത് ഇതിന്റെ ഒരു സ്വന്തം നിഗമനത്തിൽ എത്തുന്നത്. അതായത് ഈ വണ്ടിക്ക് അധികം പരിക്ക് ഇല്ല എന്നുള്ളത്. പരിക്കറിയത് ചപ്പിപ്പോവുള്ളൂ എന്നാണ് ഞാൻ ആദ്യമേ പറയുന്നത്. ഞങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നതാണ് അർജുന്റെ കണ്ണിന്റെ വട്ടത്തെ വണ്ടി പാർക്ക് ചെയ്യുള്ളൂ. ഒരു ചായ കുടിക്കാൻ പോണെങ്കിൽ ദൂരെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് ചായപ്പീടിയയിലേക്ക് പോകേണ്ടതാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ചായപ്പീടി അവൻ സെലക്ട് ചെയ്യില്ല. അവൻ ചായപ്പീടിയയിൽ ഇരുന്ന് കസാലയിൽ ഇരിക്കുമ്പം വണ്ടി അവന്റെ മുന്നിൽ കാണണം. അതുകൊണ്ട് എപ്പോഴും അത് സൂക്ഷിക്കാൻ എപ്പോഴും പറയുന്നതാണ്. ആ കാര്യത്തിലൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് അർജുൻ സൂക്ഷിക്കുന്ന ആളാണ്. പല ആളുകളും പറഞ്ഞിനു ഈ മണ്ണിടിച്ചിലുണ്ടാവുന്നതിന്റെ ആ സമയത്ത് പോലും അർജുനെ ചായക്കടയിൽ കണ്ടു, അങ്ങനെ ഞാൻ അതൊന്നും വിശ്വസിച്ചിട്ടില്ല. എനിക്കറിയുന്നു അവൻ ചായക്കടയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ചായ കുടിക്കുക, വേഗം വണ്ടി സ്റ്റാർട്ട് ചെയ്യുക, അവിടുന്ന് പോവും ഉറപ്പായിട്ടും. അവൻ അവിടെ തിരിഞ്ഞ് കളിക്കാനോ ഒന്നിനും നിൽക്കൂല.
അതുകൊണ്ട് ചായക്കടലിന്റെ മുന്നിൽ വെച്ച് ഉറങ്ങിപ്പോയി. ആ ഉറക്കത്തിൽ തന്നെ അതേമാതിരി തന്നെയാണ് വണ്ടിക്ക് ആ സമയത്ത് അപകടം പറ്റിയത്. അവനെ കിട്ടുന്നതും എന്താ പറഞ്ഞാൽ ഒരു ഉറങ്ങിക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു പൊസിഷനിൽ തന്നെയാണ് കിട്ടുന്നത്. മനാഫിന് അർജുൻ അത്രത്തോളം പ്രിയപ്പെട്ടവരാണ്. ഇനി അർജുൻ ഇല്ല. അതായത് ആദ്യ തുടക്കത്തിലൊക്കെ മനാഫ് ഉൾപ്പെടെ പറഞ്ഞത് 5 ദിവസം നമ്മൾ ജീവനോടെ തിരിച്ചു കിട്ടും എന്നൊക്കെ. ഇനി അർജുൻ ഇല്ല, ആ സത്യം ഇത് വന്നിരിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് ഈ സമയത്ത് തിരിച്ചു കിട്ടില്ല എന്ന് ഏകദേശം ഒരു ടൈമിൽ തന്നെ ബോധ്യപ്പെട്ടു പോയി. തിരിച്ചു കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ വന്നപ്പോഴാണ് എന്താക്കണത്, ഇത് സ്റ്റാർട്ടിങ് ടൈമിന് ഈ 2 ദിവസം സ്വിച്ച് ഓഫ് ആയ മൊബൈല് പിന്നെ ഓണായി എന്നുള്ള ഒരു ന്യൂസ് വന്നപ്പം അങ്ങനെ ഓണായിട്ടുണ്ടെങ്കിൽ അവനെ ഭൂമിന്റെ ഏത് തട്ടത്തുണ്ടെങ്കിലും കൊണ്ടുവരണം എന്നുള്ള ഒരു വാശിപ്പുറത്താണ് കുറച്ച് വൈകാരികമായിട്ട് ഞാൻ പെരുമാറിയത്. അത് പിന്നീട് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ദിവസങ്ങൾ കഴിയെ പിന്നെ മൊബൈല് ശബ്ദിക്കാതെ ആവുക, അങ്ങനെയൊക്കെയുള്ള എന്താ പറഞ്ഞ ഇനിയിപ്പോ എന്താ പറഞ്ഞ ആളുകൾ ഇതിന്റെ പിന്നാലെ കൂടിയിട്ട് മൊബൈൽ ശബ്ദിച്ചിരുന്നോ, മൊബൈൽ ഇതായിരുന്നോ, ഇതൊന്നും ഇനി വിടി, ആളെ കിട്ടി. അപ്പൊ അതോട് കൂടിയിട്ട് നമ്മൾ ആ ഒരു എന്താ പറയാ ആശങ്കകളൊക്കെ വൈമാറി ആ വീട്ടിലേക്ക് അവനെ എത്തിക്കുന്നതോട് കൂടിയിട്ട് ആ വീട്ടുകാർക്കൊരു സമാധാനമാണ്. ഇനി നമുക്ക് ധൈര്യസമേതം അതിന്റെ ഇൻഷുറൻസിന്റെ കാര്യത്തിലേക്ക് കടക്കാം. ഇതിന്റെ തേർഡ് പാർട്ടി ഒരു ഡ്രൈവർക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ ഇൻഷുറൻസ് ആണ്. വാഹനം ഓടിച്ച ഡ്രൈവർക്ക് കിട്ടേണ്ട അത് വലിയ മോശമില്ലാത്ത ഒരു എമൗണ്ട് അവന് കിട്ടണം. അത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതും അമ്മനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതും അർജുനായിരിക്കും എന്ന് തോന്നിപ്പോവുകയാണ്. പല ഘട്ടങ്ങളിലും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. ഞാൻ തന്നെ ചില സമയത്തേക്ക് ഈ SP ഒക്കെ തല്ലുമ്പോഴും ബാക്കിയുള്ള SP DSP എല്ലാവരുടെ അടുത്തും ഞാൻ അടി വാങ്ങാത്ത ആളില്ല, പരത്തി വാങ്ങിക്കുന്ന അടി. ഈ വാങ്ങിയ അടിക്കൊന്നും എനിക്ക് ഒരു പ്രശ്നം തോന്നില്ല, എനിക്ക് മേല് വേനാണില്ല. ഇതൊക്കെ പിന്നിൽ ഏതോ ഒരു ശക്തി ഉണ്ടായതുകൊണ്ടായിരിക്കും ഇതൊക്കെ ചെയ്യാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ സാധാരണ ഒരാൾക്ക് ഇതൊന്നും എന്തായാലും ആ കപ്പാസിറ്റിയിലേക്ക് വരൂല. ഞാൻ ഇന്നലെ എങ്ങാനും ആ ഡഡ്ജറിൽ ഓനെ കിട്ടിയില്ലെങ്കിൽ ഇന്നലെ ഡഡ്ജർ പോവുകയാണ് പറഞ്ഞു. എങ്ങാനും പോയിണ്ടെങ്കിൽ ഞാൻ ആജീവനാന്ത കാലം ഈ കുറ്റങ്ങളും ജനങ്ങൾ എന്താ പറയാ കുറച്ച് ജനങ്ങൾ ചാർത്തി തന്ന ഈ പട്ടങ്ങളുണ്ടല്ലോ, ഒരു ഡോണുമാതിരി എന്താ ലോ ക്ലാസ് സ്മഗ്ലർ പോലെ ആയിപ്പോകുന്ന ജീവിതാവൂലായിരുന്നു. ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഫാമിലിയും കൂടി ആത്മഹത്യ ചെയ്യണ വക്കിലേക്ക് എത്തിച്ചു പോവുകയും അതിന് ദൈവം കച്ചിലാക്കി. അത്ര തന്നെ. എത്ര ആള് പറഞ്ഞ് എല്ല് പോലും കിട്ടൂല എന്ന് പറഞ്ഞില്ലേ. ലോറി ഉടമ മനാഫിന്റെ പ്രതികരണമാണ് കേട്ടത്. വെല്ലുവിളി നിറഞ്ഞ ദൌത്യമായിരുന്നു ഷിരൂരിൽ നടന്നതെന്ന് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ. തെരച്ചിലിൽ നിർണായകമായത് ഐബോർഡ് പരിശോധനയായിരുന്നുവെന്നും ഇന്ദ്രബാലൻ ന്യൂസ് 18നോട് പറഞ്ഞു. നമ്മള് ഉപയോഗിച്ച സംവിധാനത്തിന്റെ പേരാണ് ഡൈബോർഡ്സ്. അതിന്റെ ഫുൾ ഫോം ആണ് ഡ്രോൺ ബേസ്ഡ് ഇന്റലിജൻസ് ബറീഡ് ഒബ്ജക്ട് ഡിറ്റക്ഷൻ സിസ്റ്റം. ഇത് ഒരു RF ടെക്നോളജി, റേഡിയോ ഫ്രീക്വൻസി ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഇറ്റ്സ് കോൾഡ് GPR. അതിന് ട്രാൻസ്റിസീവ് ഉണ്ട്. അപ്പോൾ വി ട്രാൻസ്മിറ്റ് റേഡിയോ സിഗ്നൽസ്. ആ റേഡിയോ സിഗ്നൽ ഭൂമിക്ക് അകത്ത് അല്ലെങ്കിൽ വെള്ളത്തിനകത്ത് പോയിട്ട് റിഫ്ലക്ട് ആയിട്ട് തിരിച്ചു വരും. ആ റിഫ്ലക്റ്റഡ് സിഗ്നേച്ചറിന് ഡിഫറെന്റ് ഡയലക്ട്രിക് പ്രോപ്പർട്ടീസ് ഉണ്ട് ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് ഒബ്ജക്ട് മെറ്റീരിയൽ. ആ ഡയലക്ട്രിക് പ്രോപ്പർട്ടീനെ നമ്മൾ പിടിച്ചിട്ട് അതിനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ട് വി യൂസ് ഡേറ്റ മൈനിങ് ആൻഡ് ഡേറ്റ അനലിറ്റിക്സ് ആൻഡ് ട്രൈ ടു ഐഡന്റിഫൈ അതിൽ ഫോറിൻ ഒബ്ജക്ട് ഏതാണ്, നാച്ചുറൽ ഒബ്ജക്ട് ഏതാണ്. ഈ 2 ഒബ്ജക്റ്റിനെ നമ്മൾ മാറ്റിയെടുക്കുമ്പോഴാണ് ഹൗ ദി ടെക്നോളജി ബേസിക്കലി വർക്ക്സ്. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലന്റെ ഐബോർഡ് പരിശോധന തെരച്ചിലിൽ അതിനിർണായകമായി മാറുകയായിരുന്നു. ആദ്യഘട്ടത്തിലെ പരിശോധനയിലും അവസാന ഘട്ടത്തിലെ തെരച്ചിലിലും ഇന്ദ്രബാലന്റെ സാന്നിധ്യവും ഷിരൂരിൽ ഉണ്ടായിരുന്നു. അർജുന്റെ കുടുംബത്തോടൊപ്പം ഇപ്പോൾ MS അനീഷ് കുമാർ ഉണ്ട് കോഴിക്കോട്. അനീഷ്, എന്താണ് ഇപ്പോൾ അർജുന്റെ കുടുംബത്തിൽ നിന്ന് നൽകാൻ കഴിയുന്ന വിവരം? എപ്പോഴേക്ക് മൃതദേഹം അവിടെ കൊണ്ടുവരും എന്നുള്ള ഒരു കാത്തിരിപ്പിലാണ് കുടുംബമുള്ളത്?
മഞ്ജുഷ നാളെ രാത്രിയോടുകൂടി ക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം വിട്ടുകിട്ടും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ കുടുംബമുള്ളത്. അതിനുശേഷം റോഡ് മാർഗം തന്നെ ഇവിടേക്ക് പുറപ്പെട്ടാലും ഏതാണ്ട് 12 മണിക്കൂറോളം വേണ്ടിവരും എന്നാണ് കണക്കൂട്ടൽ. പോലീസിന്റെ എസ്കോർട്ടൊക്കെ വെച്ച് ആംബുലൻസിൽ എത്തിച്ചാലും സമയമെടുക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ കണക്കാക്കാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ഈ അർജുന്റെ വീടിന്റെ പിൻവശത്തുള്ള ഒരു സ്ഥലമാണ്. അതിനോട് ചേർന്ന ഒരു ഭാഗം. ഇവിടെയാണ് മൃതദേഹം സംസ്കരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി വരുന്നത്. മറ്റ് പുരോഹിതരുടെ കൂടി അഭിപ്രായം എടുത്ത ശേഷമാവും ഏത് സ്ഥാനത്താണ് കൃത്യമായി ഈ മൃതദേഹം സംസ്കരിക്കേണ്ടത് അല്ലെങ്കിൽ അത്തരം ചടങ്ങുകൾ നടത്തേണ്ടത് എന്ന കാര്യത്തിൽ ഒരു തീരുമാനമാവുക. എന്തായാലും ഈ പുറം ഭാഗത്താണ് മൃതദേഹം സംസ്കരിക്കുന്നുള്ളതിനകം അതിനുള്ള സ്ഥാനം നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ ലോറി ലഭിച്ചപ്പോൾ മുതൽ, ലോറിക്കുള്ളിൽ അർജുൻ ഉണ്ട് എന്നറിഞ്ഞപ്പോൾ മുതൽ നിരവധി ആളുകളാണ് ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. ഈ കുടുംബത്തിനൊരു ആശ്വാസ വാക്ക് നൽകാനായി വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ ഒരു കുറവുണ്ട്. കാരണം ഈ നടപടിക്രമങ്ങൾ പൂർത്തിയായി മൃതദേഹം വിട്ടുകിട്ടുന്ന മുറയ്ക്കാവും ആളുകൾ കൂടുതലായും ഇവിടേക്ക് വരിക. എന്നാലും നിരവധി പേർ ഇന്നും എത്തി ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാനായി അല്പസമയം കണ്ടെത്തിയിരുന്നു. നമുക്കറിയാം, ഈ അപകടം നടന്ന ശേഷം ഈ മത രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ലാതെ എല്ലാ ശ്രേണിയിലുംപ്പെട്ട ആളുകൾ ഇവിടേക്ക് എത്തുകയും ഈ കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനൊക്കെ ശേഷമാണ് ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ ഒരു ദൗത്യം നടക്കുകയും അർജുനെ ലോറിക്കുള്ളിൽ തന്നെ കണ്ടെത്താൻ കഴിയുകയും ചെയ്ത ഒരു സാഹചര്യം. എന്തായാലും അതൊരു ചെറിയ ആശ്വാസം അല്ലെങ്കിൽ ഒരു സമാധാനമാണ് കുടുംബത്തിന്. കാരണം ഒരിക്കലും തിരികെ വരാതെ ഉള്ള തെരച്ചിലിനേക്കാൾ മെച്ചമാണ് ഇത്തരത്തിൽ മൃതശരീരം ലഭിച്ച് മതകർമ്മങ്ങൾ പൂർത്തിയാക്കി ഒരു വിടവാങ്ങൽ നൽകാൻ കഴിയുക എന്നത് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ വേണ്ടപ്പെട്ട ഒരു ആൾ, തങ്ങളുടെ വീടുകളിലൊക്കെ ഉള്ള ഒരാൾ എന്ന രീതിയിൽ തന്നെയാണ് അർജുനെ കരുതിയിരുന്നത്. എല്ലാ കാര്യങ്ങളും തികഞ്ഞ അധ്വാനിയായ രീതിയിൽ അങ്ങേയറ്റം ആത്മസമർപ്പണത്തോടുകൂടി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഈ നമ്മളീ കാണുന്ന വീടടക്കമുള്ള കാര്യങ്ങൾ സ്വന്തം അധ്വാനം കൊണ്ട് അർജുൻ പടുത്തുയർത്തിയതാണ്. ഒപ്പം നാട്ടുകാർക്കൊക്കെ ഈ 2018 പ്രളയകാലത്തേക്ക് 1.5 മാസത്തോളമാണ് ലോറിയിൽ പോകാതെ അല്ലെങ്കിൽ തന്റെ ഉപജീവന മാർഗം പോലും മുടക്കി നാട്ടുകാർക്കായി ദുരിത നിവാരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി അർജുൻ സമയം ചെലവഴിച്ചിരുന്നു. എന്തായാലും അങ്ങനെയൊക്കെയുള്ള ഒരു ചെറുപ്പക്കാരന് അയാൾ അർഹിക്കുന്ന എല്ലാ ആദരവോടും കൂടി അദ്ദേഹത്തെ യാത്രയാക്കാനാണ് നാട്ടുകാരും കാത്തിരിക്കുന്നത്. ഒരുപക്ഷെ നാളെ ഉച്ച തിരിഞ്ഞു മുതലൊക്കെ വലിയ തോതിലുള്ള ഒരു ജനപ്രവാഹമാവും ഇവിടേക്ക് ഉണ്ടാവുക. ശരി, എം എസ് അനീഷ് കുമാറാണ് കോഴിക്കോട്ടെ അർജുന്റെ വീട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകൾ